എന്താ മൂർത്തി, പിച്ച തണ്ടാൻ വരുന്നവരെ എന്റെ മുന്നിലേക്ക് വരുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവരെങ്ങനെ അതിക്രമിച്ച് അകത്ത് കയറി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ എന്റെ അമ്മയെ അറിയില്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാ ചോദിച്ചത്. മാഡം എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ആരെയും തിരിച്ചറിയാത്ത പോലെ. ഈ വീടിനകത്ത് നിൽക്കാൻ അർഹതയില്ലാത്തവരോട് പുറത്തു പോകാൻ പറ മൂർത്തി. അതെ, ഈ വീട് എന്റെയാ. അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ചത്. ആ മൂർത്തി, ആ ആധാരം എടുത്തേ. ആധാരം അനുസരിച്ച് ഈ വീടും ഇതിനു ചുറ്റുമുള്ള വസ്തുവകകളും ആരുടേതാ? സത്യവതി മാഡത്തിന്റെ. കള്ളാണ്. ഈ വീടും വസ്തുക്കളൊക്കെ എനിക്ക് തന്നത് ആരാ മൂർത്തി? രണ്ടുപേരുണ്ട് മാഡം. ആ, കൃഷ്ണ, ശാന്തി. കാര്യം മനസ്സിലായോടി? അന്ന് നീയും നിന്റെ അമ്മയും കൂടി ഒപ്പിട്ട് തന്ന മുദ്രപത്രം ഇല്ലേ, ഇതില് കൃത്യമായ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് നീയും നിന്റെ അമ്മയും കൂടി ഈ കാണുന്ന സകലമാന സ്വത്തുക്കളും ഇഷ്ടദാനമായി എഴുതി തന്നൂന്ന് ഞാനൊരു പ്രമാണം ഉണ്ടാക്കി. എല്ലാ പേജിലും വേണം. എന്നിട്ട് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്ട്രേഷൻ അനുസരിച്ച് എന്റെ അനിയൻ കുഞ്ഞിന്റെ മുഴുവൻ സമ്പാദ്യവും ഇപ്പൊ എന്റെ പേരിലാണ്, ഈ സത്യവതിയുടെ പേരിൽ. അച്ഛനെ നിങ്ങളെ ചതിച്ചതാ. ഇപ്പതേ ഞങ്ങളെ ചതിച്ചു. ഏറ്റവും ആദ്യം നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞതേ ഗോപാലമാമനാ. ഗോപാലമാമനെ കാണാത്തതിന്റെ പിറകിലും നിങ്ങൾ തന്നെയാ. എന്റെ ബാഗിൽ പണം വെച്ച് എന്നെ കള്ളിയാക്കിയത് നിങ്ങളല്ലേ? ഞങ്ങളെ ചതിച്ച് ഇവിടുന്ന് ഇറക്കി വിടാനുള്ള അടവായിരുന്നല്ലേ? ആണെങ്കിൽ നീയൊക്കെ എന്താടി ചെയ്യാ? ഒരു സുപ്രഭാതത്തിൽ നീയും ഇവളും കൂടെ ഇതിനകത്തേക്ക് വന്നു കയറുക, അനിയൻ കുഞ്ഞിന്റെ മകളാണെന്ന് സ്ഥാപിക്കുക, എന്നിട്ട് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ സകല സമ്പത്തും അവൻ നിന്റെ പേരിൽ എഴുതി വെക്കുക. അപ്പൊ ഞാൻ ആരാടി? ഒരു കാഴ്ചക്കാരിയോ? അതോ നിനക്കും നിന്റെ തൊള്ളയ്ക്കും പാദസേവ ചെയ്യേണ്ടവളോ? എന്നാലും അനിയൻ സാറിന് സ്വന്തം ചേച്ചി ചതിച്ചു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. അനിയൻ സാർ പാവല്ലേ ജോസേട്ടാ? അവര് ചേച്ചിയല്ല അമ്മ തന്നെയാന്നാ പറഞ്ഞത്. എന്നിട്ടാ ഈ കാണിക്കണത്. മോളെ കൃഷ്ണേ, ഞങ്ങളുടെ അനിയൻ സാറിന്റെ മോളിങ്ങനെ തെരുവിൽ വന്ന് നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. മോള് വാ, ഞങ്ങളും കൂടെ വരാം. നമുക്ക് പുഴയോരത്തിയെന്ന് അവരോട് ചോദിക്കാം. വേണ്ട ജോസേട്ടാ, ചതിച്ചതാണെങ്കിലും ഇപ്പൊ എല്ലാം നിയമപ്രകാരം അവരുടെ കയ്യിലാ. അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ അച്ഛൻ ജയിലിൽ നിന്ന് വന്നേ പറ്റൂ. ഞാൻ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോവും? അതാ ഞാൻ ആലോചിക്കുന്നത്. കൃഷ്ണേ, എനിക്കൊരു ചെറിയ വീടുണ്ട്. അവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. അനിയൻ സാർ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാം. അത് മതി മോളെ. മോളും അമ്മയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം. നിങ്ങളവരൊന്നും ചെയ്യില്ല, ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ട, അത് ശരിയാവില്ല. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നേ? ഞങ്ങളെ ഇത്രയും സ്നേഹിച്ച അനിയൻ സാറിന്റെ മോള് ഇങ്ങനെ തെരുവിൽ നിന്നാൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കും കൂടിയല്ലേ? കൃഷ്ണ, മോളിക്കുട്ടി, ഞാൻ നിന്നെ കൊറേ വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നെ? അത് ഞാൻ ജോസേട്ടനെ വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ വേറെ ഡ്രൈവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാ ഞാനിങ്ങ് പോന്നത്. അതെ മോളിക്കുട്ടി, അനിയൻ സാറിന്റെ സമ്പത്ത് മുഴുവൻ ചേച്ചി സ്വന്തമാക്കി. അതെങ്ങനെ? ഇറക്കി വിടുന്നതിന് മുന്നേ കുറെ മുദ്രപത്രങ്ങള്
എന്നെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ഒപ്പിടിപ്പിച്ചിരുന്നു. ഇപ്പൊ അവരത് പ്രമാണാക്കി. കൊല്ലണ്ടടി അവറ്റകളെ. അവര് കുഴപ്പക്കാരാണെന്ന് ദുബായ് മാമൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ആരും അത് വിശ്വസിച്ചില്ല. അതെങ്ങനെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടക്കുവല്ലേ? ഗോപാലമാമനെ കുറിച്ച് ഒരു വിവരവുമില്ല. എന്താ പറ്റിയെന്നും അറിയില്ല. അല്ല, ഇനി എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? എന്താ അമ്മേ വേണ്ടത്? ഈ നാട്ടിൽ നിൽക്കണം തന്നെ മോളെ ആഗ്രഹം. ഞാനിവരെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ, പക്ഷെ വരണ്ടേ? എനിക്ക് വീടൊന്നുമില്ല. ഒരു ചായ്പില ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കൃഷ്ണേ, നമുക്ക് ദുബായ് മാമന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല. അതിനെന്താ? ആ വീട് നിന്റെ അച്ഛൻ ദുബായ് മാമൻ ഇഷ്ടദാനം കൊടുത്തതാ. അവിടെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. കൃഷ്ണേ, എങ്കിൽ പിന്നെ അതാ നല്ലത്. എത്രയോ നല്ല നിമിഷങ്ങള് ഗാഥ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ അറിയാതെ പറ്റിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. അവിടെയാണ് ഞാനും ഗാഥയും തമ്മിലുള്ള പ്രശ്നം. കീർത്തിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാം പറഞ്ഞു തീർക്കണം.